ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സമയം ഏകദേശം 1 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അതിൽ പെട്ടെന്ന് ഹസ്ബൻഡ് വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വിളിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞ് ട്രിപ്പ് പോകാൻ പെട്ടെന്ന് റെഡി ആവുക പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു ഏകദേശം 2 വർഷമായിട്ടുണ്ടാവും ഞാൻ കുറച്ച് ലോങ്ങൊക്കെ ട്രിപ്പ് പോയിട്ട് സ്റ്റേ ഒക്കെ നിന്നിട്ട്. സംഭവം വേറെ ഒന്നുമല്ല, ഡെലിവറി ആയി, പ്രഗ്നൻ്റ് ആയിരുന്നു, ഡെലിവറി ആയി, പിന്നെ ചെറിയ കുട്ടിയോണ്ട് പോലെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കിത് പോകാറുണ്ട്, പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ ഏത് ആംഗിളിൽ നിന്ന് എടുക്കണം എന്നൊന്നുമല്ല, ബാക്ക്ഗ്രൗണ്ടൊക്കെ ആകെ കോലം കെട്ടി കിടക്കുകയാണ്. പിന്നെ കുറേയൊക്കെ ഡ്രസ്സൊക്കെ ഞാൻ റെഡിയാക്കി വെച്ച്, കാരണം കുട്ടീനോട് പോകണതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം പോവല്ലേ. അപ്പോൾ എന്തൊക്കെ എടുക്കേണ്ടതെന്ന് അറിയണില്ല, എന്തെങ്കിലും മറന്നാലോ എന്ന് അറിയണില്ല, ഒക്കെ ഇപ്പോൾ ആകെ ഒരു ഇതായിട്ടേക്കാം. ഞാൻ ഡ്രസ്സ് എന്തായാലും ഞാൻ മാറിയിട്ടുണ്ട്. അപ്പം ഇനി ചെറിയ രീതിയിൽ മേക്കപ്പ് ചെയ്യണം. എന്തായാലും ഉറങ്ങാൻ പോവാണ്. കാറിൽ കടന്നിട്ട് എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ, കാരണം മോളവിടെ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഞാൻ ലാസ്റ്റ് ഓൺ വോയിസിലൊരു വീഡിയോ ചെയ്തത് 1K വ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കാരണം ഷോർട്സിന് എനിക്ക് നോർമലി കിട്ടാറുണ്ട് 700K നോക്കി ഡമ്മേ ഒരു 700-600 വ്യൂസൊക്കെ എങ്ങനെ പോയാലും കിട്ടലുണ്ട്. അപ്പം ഫുൾ വീഡിയോ ആദ്യമായിട്ട് ഇടുകയല്ലേ ഓൺ വോയിസിൽ, അപ്പോൾ എത്രത്തോളം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു. അപ്പം നമുക്ക് എന്തായാലും ബാക്കി ഈ വീഡിയോ, എനിക്ക് ഫുൾ വീഡിയോ എടുക്കുന്ന നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പെട്ടെന്നുള്ള പ്ലാനല്ല. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചിലപ്പോൾ മോശാവസ്ഥയിലായിരിക്കും, അപ്പോൾ അതൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ പോരായ്മകൾ ഉണ്ടാവും, കാരണം ആദ്യമായിട്ട് ഇങ്ങനെ എടുക്കല്ലേ, അതുകൊണ്ട് അതൊക്കെ എല്ലാവരും ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഞാനിവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട കുറച്ച് ഇനിയും റെഡിയാക്കാനുള്ള. ഹസ്ബൻഡ് ഡ്രസ്സൊന്നും റെഡിയാക്കിയിട്ടില്ല, മോളുടെ എന്തായാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചധികം ഡ്രസ്സ് ഞാൻ എടുക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും ഒരു ദിവസമൊക്കെ നിൽക്കുള്ളൂ, ഏറിപ്പോയാൽ 2 ദിവസം ആകുമ്പോൾ എന്തായാലും കുറച്ചധികം ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, കാരണം കുട്ടികളാകുമ്പോൾ എന്തായത് അവസ്ഥ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ചധികം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വൈപ്സ്, പിന്നെ മോൾക്ക് ഇങ്ങനെ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ നൈറ്റ് ഇടാനുള്ള ഡ്രസ്സ്, പിന്നെ 2 നല്ല ഡ്രസ്സ്, അങ്ങനെ ബ്രഷ് കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എടുക്കാണ്ട് ഡയപ്പർ കാര്യങ്ങളൊക്കെ മോളത് എടുക്കാണ്ട്. അത് മോളിവിടെ നല്ല ഉറക്കമാണ് കേട്ടോ, നല്ല ഉറക്കമാണ് ഗായ്സ്. അപ്പോൾ തീരെ ടൈമില്ല, ഹസ്ബൻഡ് പെട്ടെന്ന് റെഡി ആകാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം നട്ടപ്പാതിരയാണെന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊന്ന് റെഡി ആവാം. എന്തോ പറയാൻ വന്ന്, പിന്നെ ദൂരം കിട്ടുമല്ലോ കേട്ടോ പോണത്. ഞാനെൻ്റെ എപ്പോഴാണ് അറിയുന്നത്, വയനാട്ടിലേക്കാണ് പോകണമെന്നാണ് പറഞ്ഞതിപ്പോൾ. ഇനി പ്ലാന് മാറുമോ എന്താണെന്നും അറിയൂല. സോ മോളെ ഞാൻ എണീപ്പിച്ചിട്ടില്ല, അപ്പം ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. എത്രത്തോളം കെയർ ഉണ്ടോയെന്നോ അല്ലെങ്കിൽ എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒന്നും അറിയില്ല. രാത്രിയാണെങ്കിൽ മേക്കപ്പിൻ്റെ ഒരു കുറവൊന്നും വേണ്ട. എന്തായാലും ഇങ്ങനെ നിന്നാൽ ഇങ്ങനെ ചെയ്താൽ എപ്പോഴൊന്നും തീരൂല. അപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തൊക്കെ പറയണമെന്നൊന്നും മനസ്സിലാവില്ല ഗൈസ്. പോട്ടെ, ചിലപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കും, കാരണം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വോയിസ് ഓവർ ആയിരിക്കട്ടെ കൊടുക്കേണ്ടാവുക. അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് റെഡി ആയിട്ടൊക്കെ വരട്ടെ. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ കാറിലേക്ക് കയറ്റി വെക്കാം കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാതും ഒരു ഹറിബറി ആയിരുന്നു കേട്ടോ. ടൈം കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഡ്രസ്സൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് പറഞ്ഞു ഈ ഡ്രസ്സ് ഇട്ട് പറഞ്ഞിട്ടപ്പോൾ അങ്ങനെ, പിന്നെ രാത്രിയല്ലേ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്ന സംഭവം. ഞാൻ ആകെ വേർത്തൊലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പാക്ക് ചെയ്യലും ഹസ്ബൻഡിന് ഫുഡ് കൊടുക്കലും ഒക്കെ ഒരു ജഗ പുകയായിരുന്നു തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ വീട്ടിൽ നിന്ന് ഉമ്മാനോടിയിട്ടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളപ്പം
ഹസ്ബൻഡ് ഫ്രണ്ടും അവൻ്റെ വൈഫും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ വീട്ടിൽ നേരെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ വീട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓരോ കാറിലായിരുന്നു ഞങ്ങൾ പോണത്. അതുകൊണ്ട് തന്നെ ഈ ഞങ്ങളെ ലഗേജൊക്കെ ഓരോ കാറിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പതുക്കെ പോകാമെന്ന് കരുതിയിട്ടായിരുന്നു. കാരണം 12 മണിയാകുമ്പോഴാണ് റിസോർട്ടിൽ ചെക്കിങ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആക്കം പോലെ പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഒരു 6-6:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ വയനാട് എത്താനായിട്ട് ചുരം കയറാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളൊക്കെ നല്ല ഉറക്കമായിരുന്നു. ഞാൻ കാറിൽ കയറി ഉറങ്ങാൻ വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മോള് കയ്യിലുള്ളതുകൊണ്ട് തന്നെ ഉറക്കം എന്തായാലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉറങ്ങണം എന്നുള്ള പ്ലാനിലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുകയൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ അവിടെ സാറില്ല പോട്ടെ, എപ്പോഴെങ്കിലല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ചുരമൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ ആയപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം തിരക്കുമുണ്ട്, കാരണം ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചുരത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നേ. ഇവിടെ വന്ന കാടമുട്ട മസ്റ്റാണ്. ഇവിടെ ഒരാൾക്ക് ഉണ്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ലൈസ. ചുരം കയറി കഴിയാറായപ്പോൾ ഈ വ്യൂ പോയിന്റിൽ എത്തിയപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഗൈസ്. ഒന്നും പറയാനില്ല. അങ്ങനെ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വ്യൂ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അവിടെ കോട കാണാൻ വേണ്ടി വീണ്ടും തിരിച്ചു ഗൈസ്. നല്ല തണുത്ത കാറ്റ്. എന്താ വ്യൂ അല്ലേ, വെള്ളം ഒഴുകണ പോലെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ വ്യൂ ഒക്കെ കണ്ടിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. മോൾ അപ്പോഴും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ചെറിയ സൗണ്ടോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ എണീക്കുന്ന ആള് എണീറ്റിട്ടേ ഉണ്ടായിരുന്നില്ല. അവർക്ക് ക്ഷീണം അവൾക്ക് നല്ലപോലെ ഉണ്ടായിരുന്നേ. കുരങ്ങന്മാർക്ക് ലൈസ് ഒന്നും വേണ്ട, ആയിക്കും വല്ല ലക്ഷറി ലൈഫ്. ആ മനുഷ്യന്മാരൊക്കെ അങ്ങനെ ഞങ്ങൾ വയനാട് എത്തിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊക്കെ ടൈമിങ്ങിന് ഫുഡ് കഴിക്കണോണ്ട് തന്നെ ടൈമിങ് തെറ്റിയപ്പോൾ എനിക്ക് നല്ല പ്രശ്നം, നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോള് സ്റ്റിൽ ഉറക്കം തന്നെയാണ്. അപ്പോൾ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളവിടെ എത്തിയിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡും കാക്കും പൊറാട്ടയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ മസാല ദോശയും മറ്റാൾ നെയ് റോസ്റ്റാണ് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പൊറോട്ട കൊണ്ട് പിന്നെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് പൊതുവേ ദോശ കഴിക്കലില്ല കേട്ടോ, വീട്ടിൽ നിന്നൊക്കെ കൊടുത്തതിന്. അപ്പോൾ ഞാൻ ചെറുതായി ഇങ്ങനെ പിച്ചിട്ട് ഞാൻ കൊടുത്തപ്പോൾ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. മറ്റാളൊന്ന് പേടിച്ച് കേട്ടോ, വെള്ള ഗ്ലാസ് പൊട്ടിക്കെല്ലാം മറിഞ്ഞ് വീണതിലൊന്നും ഓള് പേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് നേരെ പിന്നെ റിസോർട്ടിൽ കേട്ടോ പിടിക്കുന്നത്. വേറെ എവിടെയും കയറാനില്ല എന്നുള്ളൊരു പ്ലാനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ പൊന്ന് കായ്സ്, ഈ നട്ട വെയിലത്തെ സമയം ഇപ്പോൾ ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. നിങ്ങളിതാ റിസോർട്ടിലേക്ക് പോണ വഴി ഇവിടെ സൂര്യകാന്തി വിരിഞ്ഞിരിക്കുന്നത് കണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. സംഭവം ഞാൻ ആദ്യമായിട്ടോ കാണണേ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഗായ്സ്. ഇവിടെ താമരയുണ്ട് ഗായ്സ്. എന്തോരം വലുപ്പാ കാണാൻ നേരിട്ടാണ് അടിപൊളിയാണ്. ഫോണിൽ എത്രത്തോളം ഭംഗിയുണ്ട് എന്നാ. ടാറ്റ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. റീൽസിലൊക്കെ കണ്ടിരിക്കുന്ന സംഭവ സ്ഥലം. നല്ല ഭംഗിയില്ലേ, നല്ല വെയിലാണ്. വൈകുന്നേരത്തൊക്കെ നടക്കുള്ളൂ വരല്. ഇതിൽ മീനുണ്ട് തോന്നണു അല്ലേ, മീനുണ്ട്, വളർത്തു മീനാണ് തോന്നണു.
ഞാൻ കാരണം ആരാന്റെ തൊടത്ത് ചാമക്കാനൊക്കെ വരുന്നേ സ്നേഹമുള്ള ഭർത്താവ് ഇതന്നെയല്ലേ സംഭവം. ഷൂ ഇട്ടിക്കണോക്ക് കഴുകാന് കലവണങ്ങാന് അതാ വണ്ടിയുടെ മേലെ. അങ്ങനെ റിസോർട്ടിൽ ഇറങ്ങി ചെക്ക് ഇൻ ചെയ്യാൻ കുറച്ചും കൂടി ടൈമുണ്ട്. 12 മണിക്ക് തോന്നുന്നു ചെക്ക് ഇൻ ചെയ്യാൻ. അതുവരെ ഇനി ഇവിടെ പോസ്റ്റായിട്ട് ഇവിടെ ഇരിക്കണം. നല്ല വെയിലാകുന്നതാണ് പ്രശ്നം. പക്ഷെ നല്ല വ്യൂ ആട്ടോ. ആ സ്വിമ്മിങ് പൂള് ഇതന്നെ ഉള്ള സ്വിമ്മിങ് പൂള് നമ്മളെന്നാ പോയ റിസോർട്ടിന് അത്രയൊന്നും ഇല്ല സ്വിമ്മിങ് പൂള് വരും. അങ്ങനെ ഫൈനലി ഞങ്ങൾ റൂമിൽ പോവാണ് ഗൈസ്. തന്നെ കൊയിന് അടിയുന്നു. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. കുഞ്ഞു ഗൈസ് ഇതാണ് ഞങ്ങളെ റൂം. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് വ്യൂ ഒന്നും ഇല്ലാന്നാട്ടോ. പിന്നെയാണ് ഇത് കണ്ടത് ഗൈസ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. നോക്ക് അടിപൊളി കൊള്ളാം. ബാത്റൂം അടിപൊളിയാണ് ഞാൻ തോന്നുന്നത്. ലൈറ്റ് അല്ലേ, ലൈറ്റ് ഇത്രേ ഉള്ളൂ പക്ഷെ നല്ല നീറ്റാ. അടിപൊളി അടിപൊളി അടിപൊളി. ടപ്പൊക്കെ ഉണ്ട് ഗൈസ്. കൊള്ളാം, നല്ല വൃത്തിയുണ്ട് കാണാൻ. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. ഏകദേശം 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി ബാക്കി ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണേ.